കോൺഗ്രസ് മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ ചർച്ച തുടർന്ന് ഹൈക്കമാൻഡ്. ഡൽഹിയിലേക്ക് വിളിപ്പിച്ച മുൻ KPCC അധ്യക്ഷന്മാരും മുതിർന്ന നേതാക്കളും വർക്കിംഗ് പ്രസിഡന്റുമാരുമായും ഹൈക്കമാൻഡ് ചർച്ച നടത്തും. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് സംസ്ഥാനത്തെ പൊതുവികാരം വിലയിരുത്താൻ ഹൈക്കമാൻഡ് കേരളത്തിലേക്ക് അയച്ച രഹസ്യ നിരീക്ഷകർ ഇന്ന് റിപ്പോർട്ട് നൽകിയേക്കും. മുഖ്യമന്ത്രി ചർച്ചയിൽ നാളെ തീരുമാനമുണ്ടാകുമെന്ന് K. മുരളീധരൻ പറഞ്ഞു. അതായത് ചെല്ലട്ടെ, അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയട്ടെ. ഇന്നാ നാളെ ആയിട്ടുണ്ടാവും ഈ കാര്യങ്ങളൊക്കെ തന്നെ. ഇല്ല, അവരൊക്കെ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. അങ്ങനെയാണ് എൻ്റെ അറിവ്. എന്തായാലും തീരുമാനം നാളെ ഉണ്ടാവും. ജിബിൻ JB തിരുവനന്തപുരത്ത് നിന്നൊപ്പം വിനീത VG ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം ജിബിനിലേക്ക്. ജിബിൻ, ഗുഡ് മോർണിംഗ്. കേരളത്തിൽ ഇനിയൊരു ചർച്ചയില്ല, അല്ലെങ്കിൽ ഡൽഹിയിൽ ഇനിയൊരു ചർച്ചയില്ല, പ്രഖ്യാപനം മാത്രം. അത് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും കൂടെ ചർച്ച ചെയ്ത് അവസാനം തീരുമാനം പ്രഖ്യാപിക്കുമെന്നൊക്കെ പറഞ്ഞിടത്ത് നിന്നാണ് സംസ്ഥാനത്ത് നിന്ന് ഒരു ഡസൻ നേതാക്കളെ അങ്ങോട്ടേക്ക് വീണ്ടും വിളിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ സാഹചര്യം, അല്ലെങ്കിൽ ഏത് നേതാക്കൾക്കാണ് പിന്തുണ, പൊതുവികാരം എങ്ങനെയെന്ന കാര്യത്തിലൊക്കെ ഹൈക്കമാൻഡിനും ആശയക്കുഴപ്പമാണോ ജിബിൻ? ഗുഡ് മോർണിംഗ് ഗോകുലൻ, ശ്രീനിധി. നേരത്തെ ശ്രീനിധി തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെയാണ് കാരണം ഈ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ച നാളെ നീളെ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. കാരണം ഇപ്പോൾ 8 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഏകദേശം 102 MLA-മാരുമായി എത്തിയ UDF-ന് അവർക്കൊരു MLA പോലും, ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇതുവരെ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ സാധിക്കാത്തത് വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. നേരത്തെ ഡൽഹി കേന്ദ്രീകരിച്ച് ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരത്ത് ഡൽഹിയിൽ നിന്ന് ACC നിരീക്ഷകർ എത്തി ചർച്ച നടത്തി. MLA-മാരുടെ അഭിപ്രായങ്ങൾ കേട്ടു, മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായം കേട്ടു. അതിനുശേഷം ആ റിപ്പോർട്ട് സമർപ്പിച്ചു. അന്നൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്കായി അവകാശവാദം ഉന്നയിക്കുന്ന 3 നേതാക്കന്മാരെ ഡൽഹിയിൽ വിളിച്ച് പിന്നീട് 2ാം ഘട്ട ചർച്ച നടത്തി. അന്നും തീരുമാനമുണ്ടായില്ല. തുടർന്ന് ഘടകകക്ഷികൾ, പിന്നീട് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ എന്നിവരെ വീണ്ടും ഡൽഹിക്ക് വിളിപ്പിച്ച് ചർച്ച നടത്തി. അതിലും തീരുമാനം ഉണ്ടാവാത്ത ഒരു സാഹചര്യത്തിലാണ് നിലവിലെ കേന്ദ്രത്തിൽ, സംസ്ഥാനത്തിലെ ഈ ജനഹിതം അല്ലെങ്കിൽ ജനങ്ങളുടെ വികാരം എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി വീണ്ടും ഇപ്പോൾ മുൻ KPCC അധ്യക്ഷന്മാരെയും വർക്കിംഗ് പ്രസിഡന്റുമാരെയും ഒക്കെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ PC വിഷ്ണുനാഥ്, MM ഹസൻ തുടങ്ങിയ നേതാക്കളൊക്കെ ഡൽഹിക്ക് പോവുകയും ചെയ്തു. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് K. മുരളീധരൻ ഡൽഹിക്ക് പോയിട്ടുള്ളത്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി തന്നെ മുൻ KPCC അധ്യക്ഷനായ BM സുധീരൻ ഡൽഹിക്ക് പോകുന്നുണ്ട്. ഇവരുമൊക്കെയായി ഇന്ന് രാവിലെയോട് തന്നെ, ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഇത്തരത്തിൽ KPCCയുടെ മുൻ അധ്യക്ഷന്മാരും വർക്കിംഗ് പ്രസിഡന്റുമാരുമായിട്ടുള്ള ചർച്ച ACC നടത്തുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങൾ കൂടി വീണ്ടും തേടുന്നത്. നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഘടകകക്ഷികളുമായി ഫോണിൽ സംസാരിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് K. മുരളീധരൻ നേരത്തെ സംസാരിച്ചപ്പോഴും പറഞ്ഞത്. അത്തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരികയും ചെയ്തത്. എന്തായാലും നാളെയോടുകൂടി തന്നെ ഈ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗികമായിട്ടുള്ളൊരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ ഇപ്പോൾ സ്ഥിരീകരിച്ച് പറയുകയും ചെയ്തത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഈ നേതാക്കന്മാരിൽ നിന്ന് കേൾക്കുന്നത് അത് തന്നെയാണ്, നാളെ ഉണ്ടാകുമെന്നാണ്. പക്ഷേ അവസാനഘട്ട ചർച്ചയാണ് ഇന്ന് നടക്കുന്നത് എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിനിടെയാണ് കോൺഗ്രസ് AICCയുടെ നേതൃത്വത്തിൽ 3 നിരീക്ഷകരെ കഴിഞ്ഞ ദിവസം കേരളത്തിലേക്ക് അയച്ചു എന്നുള്ളൊരു കാര്യം കൂടി പുറത്തു വരുന്നത്. അത് ആരൊക്കെയാണ് എന്നുള്ള കാര്യം പോലും ഇതുവരെയും തുറന്നു പറയാൻ AICC നേതൃത്വം തയ്യാറായിട്ടില്ല. ഇവരെ വിട്ടേക്കുന്നത് നിലവിൽ സംസ്ഥാനത്തുള്ള ജനഹിതം എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിലൊക്കെ ഈ ചർച്ച നടന്ന സമയത്ത് KC വേണുഗോപാലിന്റെ പേരാണ് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചത്, അല്ലെങ്കിൽ KCക്കാണ് ഹൈക്കമാൻഡിന്റെ പിന്തുണ എന്നുള്ള കാര്യങ്ങൾ പുറത്തു വന്നതോടുകൂടി വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഉണ്ടാവുകയും ചെയ്തത്. പിന്നീട് ഹൈക്കമാൻഡ് ഇടപെട്ട് തന്നെ ഈ നേതാക്കളെ കൊണ്ട് തന്നെ അണികളെ അന്വേഷിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ വീണ്ടും കണ്ടതാണ് പോസ്റ്റർ യുദ്ധവും ഈ പരസ്യമായിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. തൊട്ടു പിന്നാലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഒരു പ്രതികരണം ഉണ്ടായത്. കാരണം ജയിച്ചു കയറി വന്ന MLA-മാർക്ക് അവരുടെ വിജയാഹ്ലാദ പ്രകടനം നടത്താനോ അല്ലെങ്കിൽ പൊതുമധ്യത്തിലോ ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത് എന്നാണ് മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് ഒരു പിന്തുണ. പക്ഷേ അത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അത് KM അഭിജിത്തിനോടൊക്കെ നാട്ടുകാർ KCക്ക് എന്തുകൊണ്ട് പിന്തുണ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ MLA-മാരോടൊക്കെ തർക്കിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾ തർക്കിക്കുന്ന ഒരു സാഹചര്യം പോലും നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമാണ് കേരളത്തിലുള്ള കോൺഗ്രസിന്റെ പ്രവർത്തകരും അതുപോലെ തന്നെ നേതാക്കളും ആഗ്രഹിക്കുന്നത്. എന്നാൽ മാത്രം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, കാരണം 102 സീറ്റ് നേടി അധികാരത്തിൽ എത്തിയ ശേഷം പക്ഷേ ഒരു നാണക്കേടിന്റെ വക്കിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസിൽ, പ്രത്യേകിച്ച് UDF പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം അത് മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ UDF-ന്റെ മുതിർന്ന നേതാക്കളെ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെ തന്നെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഈ ഡൽഹിയിലേക്ക് പോകുന്ന നേതാക്കളുമായിട്ടുള്ള ചർച്ചകൾ പൂർത്തിയാകുകയും അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഘടകകക്ഷികളുമായി ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്യും. ഇതിനുശേഷമായിരിക്കും നാളെയോടുകൂടി ഒരു തീരുമാനം ഉണ്ടാവുകയും ചെയ്യുക. ഗോകുലാൻ, ശ്രീനിധി. ജിബിൻ JB ആണ് വിവരങ്ങൾ നൽകിയത്. പ്രഖ്യാപനം എന്ന് പറഞ്ഞിടത്ത് നിന്നാണ് വീണ്ടും ചർച്ചയിലേക്ക് പോകുന്നത്. ഈ ചർച്ച എത്ര നീളുമെന്നതാണ് ഇനി അറിയേണ്ടത്. വിനീത കൂടിയുണ്ട് ഡൽഹിയിൽ നിന്നല്ലേ? വിനീത, ഗുഡ് മോർണിംഗ്.
വിനീത, അങ്ങനെ ചർച്ചകൾ ഇത് 8ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി ഡൽഹിയിൽ ഒരു ചർച്ച ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായി. എന്നാൽ ഇന്നിതാ വീണ്ടും നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുന്നു. ഇനിയും എന്താണ്, ചർച്ചകൾ നീളുന്ന ഒരു സാഹചര്യമാണോ, അല്ലെങ്കിൽ ഇന്നെങ്കിലും അല്ലെങ്കിൽ വരുന്ന 2 ദിവസത്തിനുള്ളിലെങ്കിലും നമുക്ക് മുഖ്യമന്ത്രി ആരെന്നറിയാനുള്ള സാധ്യതയുണ്ടോ? ഗുഡ് മോർണിംഗ് ശ്രീനിധി ആൻഡ് ഗോകുൽ. ശ്രീനിധി സൂചിപ്പിച്ചതുപോലെ ആദ്യഘട്ടത്തിൽ ഡൽഹിയിൽ ഇനി ചർച്ചകൾ ഇല്ല എന്ന് പറഞ്ഞാണ് നേതാക്കൾ ഡൽഹിയിൽ നിന്ന് മടങ്ങിയത്. പക്ഷേ അതിന് പിന്നാലെ തന്നെ ഹൈക്കമാൻഡ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായം കൂടി തേടിയേക്കുമെന്ന് നമ്മൾ തന്നെ വാർത്ത നൽകിയതാണ്. ഒരുപക്ഷെ ഈ മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുൻ KPCC അധ്യക്ഷന്മാരുടെ ഉൾപ്പെടെയുള്ളവരെ ഡൽഹിയിലേക്ക് വിളിക്കുകയും അവരുടെ കൂടി അഭിപ്രായം തേടിക്കൊണ്ട് അന്തിമ തീരുമാനത്തിലേക്ക് എത്താമെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത്. AK ആന്റണിയെ പോലുള്ള മുതിർന്ന നേതാക്കളുടെ അടക്കമുള്ള അഭിപ്രായം ഹൈക്കമാൻഡ് തേടിയെന്ന ചില സൂചനകൾ കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഏതാണെങ്കിലും നേതാക്കളൊക്കെ തന്നെ ഡൽഹിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് അവർക്ക് AICC എപ്പോഴാണ് ഇവരുമായുള്ളൊരു കൂടിക്കാഴ്ച അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ളൊരു സമയമടക്കമുള്ള കാര്യങ്ങളിൽ ഇനി തീരുമാനമാകേണ്ടതായിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ ദിവസങ്ങളിലേക്കൊക്കെ തന്നെ KC വേണുഗോപാലിന്റെ പേരിലാണ് ഒരു അല്പം മുൻതൂക്കം എന്ന തരത്തിലേക്കുള്ള ചില സൂചനകളും വാർത്തകളും ഒക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ മുൻ KPCC അധ്യക്ഷന്മാരൊപ്പം തന്നെ വർക്കിംഗ് പ്രസിഡന്റുമാർ, മുതിർന്ന നേതാക്കൾ എന്നിവരുടെ കൂടി അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നത്. തുടർന്നാണ് നേതാക്കളെയൊക്കെ തന്നെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നതിൽ ഇന്നലെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമായി ഒരു കൂടിക്കാഴ്ച നടന്നതായിട്ടുള്ള വിവരങ്ങൾ കൂടിയുണ്ട്. ഇതിനിടയിലാണ് ഇത്തരത്തിലേക്ക് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം കൂടി തേടിക്കൊണ്ട് മുന്നോട്ട് പോകാവുന്ന തരത്തിലേക്കൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ 3 നിരീക്ഷകരെ അടക്കം അയച്ചിട്ടുണ്ട്. അവിടെയുള്ളൊരു ജനങ്ങളുടെ പൊതുവികാരം എങ്ങനെയാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശമുള്ളത്. അങ്ങനെ ഒരു ഘടകകക്ഷികളുടെയും ഒപ്പം തന്നെ ഒരു പൊതുവികാരവും ഒക്കെ ജനങ്ങളുടെ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതൊരു പക്ഷേ VD സതീഷിന് അനുകൂലമാകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഏതാണെങ്കിലും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തുന്നതിന് മുൻപേ മുതിർന്ന നേതാക്കൾ അവർക്ക് എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താമെന്നുള്ളത് തന്നെയാണ് ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് നേതാക്കളെയൊക്കെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. ശരി, ജിബിൻ JBയും വിനീത വിജിയുമാണ് വിവരങ്ങൾ നൽകിയത്. ശ്രീനിധി, അങ്ങനെ ഭരിക്കും മുമ്പേ ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കുമോ എന്നൊരു ആശങ്ക കോൺഗ്രസ് അണികളും അല്ലെങ്കിൽ കോൺഗ്രസിനെ സ്നേഹിക്കുന്നവരൊക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ UDF അണികളുടെ ഇടയിൽ അങ്ങനെ ഒരു വികാരം ഉണ്ടാകുന്നുണ്ട്. ഏതായാലും നേതാക്കൾ ഇന്ന് ഉറപ്പിച്ചു പറഞ്ഞത് K മുരളീധരൻ മാത്രമാണ്. നാളെ പ്രഖ്യാപനം ഉണ്ടാകും, ഇന്ന് തന്നെ തീരുമാനം ഉണ്ടാകുമെന്നൊക്കെ. നമ്മളെന്തായാലും ഈ നാടകം, ഈ ചർച്ചാ നാടകം കാണാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. അതിന് എത്ര നീളമെന്നത് കണ്ടറിയണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.